ആ അമ്മേ എന്താ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ഏതർത്ഥത്തിലാ ഈ വരവെന്നറിയില്ല. ഞാനാ ഭൂമിയുടെ അച്ഛനെ കൊന്നതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടാവോ? നോക്കാം. എന്താ ഭവാനി ഇതൊക്കെ? എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? അടിയും തൊഴിയും കൊണ്ട് എത്ര നാൾ കഴിയും? പണിയെടുത്ത് ജീവിക്കാം. പരിഹാരമില്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? നിങ്ങളെ കാണാതായ ശേഷം അമ്മയ്ക്ക് വയ്യാതായി. ഭൂമി ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? അവള് വന്നിട്ടില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. അജയ്ക്ക് അവളെ ഇഷ്ടാണെന്ന്. അനു മിണ്ടായിരിക്കും. അത് അഞ്ജന പറഞ്ഞതാ. ഭവാനി, ഭൂമി വന്നിട്ട് കുറെ നാളായി. അവളങ്ങനെ ആരെക്കുറിച്ചും അപാദം ഒന്നും പറയാറില്ല. അകത്തേക്ക് വിളിക്കുന്നില്ല. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ചേട്ടാ ഒന്ന് വരൂ. കഷ്ടം. എന്ത് ദയനീയമാണ് സംഗീതേ ഈ കാഴ്ച. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യ അജണ്ട ഉണ്ടോന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്റെ അനു, നിന്റെ കാല് ഞാൻ പിടിക്കാം. കൊളാക്കരുത്. ഓ അങ്ങോട്ടിടേട്ടാ. ഭവാനി, എന്തിനാ ഇപ്പൊ ഇതൊക്കെ? ഇരിക്കെ. ചായക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. കട്ടൻ ചായ മതിയെങ്കിലും. ഒന്നും വേണ്ട. അയ്യോ, എന്തൊരു കോലാ മോളെ ഇത്. നിന്നെ കണ്ടാലേ ഇപ്പൊ ഒരു ദരിദ്രവാസിയായി തോന്നും. ഏത് വേഷവും നിനക്ക് അഭിനയിക്കാം. സമ്പന്ന കുടുംബത്തിലെ അംഗം, പിന്നെ ദരിദ്ര കുടുംബത്തിലെ അംഗം. അനുഭവേ, അച്ഛാ, ഞാൻ ആക്ടിങ്ങിന്റെ കാര്യ പറഞ്ഞത്. ലുക്ക് വൈസില് സിനിമയിൽ അഭിനയിക്കാന്ന്. അനു, നീ കുറച്ച് സമയം ഒന്ന് സൈലന്റ് ആവോ? ആകാ. ഭവാനി, നിങ്ങൾ വീട്ടിലേക്ക് വരണം ഉടനെ. ഭവാനി, അമ്മ അങ്ങനെയാ പറഞ്ഞയച്ചത്. നിങ്ങൾ വാ. ഭവാനി, നിനക്കറിയാലോ അമ്മ നിങ്ങളുടെ കാര്യത്തിൽ എത്ര കെയറിംഗ് ആയിരുന്നെന്ന്. അപ്പച്ചി, ഞങ്ങളെ കൊണ്ടുപോകുന്നത് അജയ് ഭൂമിയെ കിട്ടുന്ന കാണിക്കാനാണോ? മോളെ, ആ ഭൂമിയെ കെട്ടാനോ? എന്തൊക്കെയാ നീ പറയുന്നേ? അതിനെക്കുറിച്ച് അവിടെ ആരും സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. അല്ലമ്മേ, ഉണ്ടായി. ഭവാനി, ഞങ്ങൾ സത്യത്തിൽ അമ്മയുടെ ഉത്തരവ് നടപ്പാക്കാൻ വന്നതാ. നമ്മൾ പുറപ്പെടുവല്ലേ? അല്ല, ഞാൻ പറയുന്നത് അനുസരിച്ചാ വരും. എന്താ അത്? ഞങ്ങൾ വരാം, പക്ഷേ ഒരു ഉറപ്പ് വേണം. എന്തുറപ്പ്? അജയ് എന്നെ കെട്ടുമെന്നൊരു ഉറപ്പ്. ഞങ്ങൾ ഉറപ്പ് തരുന്നു. നിങ്ങളല്ല ഉറപ്പ് തരേണ്ടത്, അജയ്. അവൻ ഇവിടെ വന്ന് പറയണം. എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണം.